അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നമുക്ക് പല വാഗ്ദാനങ്ങളും ലഭിക്കാറുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു തന്ത്രമാണ്. ചിലതൊക്കെ ചിലപ്പോൾ നിറവേറ്റിയെന്ന് വരാം. പല വാഗ്ദാനങ്ങളും ആ വാഗ്ദാന പേപ്പറിൽ ഒതുങ്ങുകയാണ് പതിവ്. തെരഞ്ഞെടുപ്പ് കഴിയലോടുകൂടി ചില വാഗ്ദാനങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരും മറക്കും, ജനങ്ങളും മറക്കും. ഇതുപോലെയാണ് വഹാബികൾ ചിലപ്പോഴൊക്കെ ചില ഓഫറുകൾ നൽകുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യുന്നത് കാണാം. അങ്ങനെയുള്ള ഒന്നാണ് ദിക്ർ ഹൽഖ. ദിക്ർ ഹൽഖയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ മറർതും ബിരിയാദിൽ ജന്നത്തി ഫർതൗ, നിങ്ങൾ സ്വർഗത്തോപ്പുകളുടെ സമീപത്തുകൂടെ നടന്നു പോവുകയാണെങ്കിൽ ആ സ്വർഗത്തോപ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് പറയുകയാണ്. അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, വമാ ബിരിയാദിൽ ജന്ന, എന്താണ് നബിയെ ഈ സ്വർഗത്തോപ്പുകൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിവചിച്ചു, ഹിലഖുൽ ദിക്രി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. എന്താണ്? ദിക്ർ ഹൽഖകളാണ്. ഈ ഹദീസ് കണ്ട വഹാബികളുടെ നേതാവും വഹാബികളിൽ ആർക്കും ഒരു തർക്കവുമില്ലാത്ത ഖുർആൻ പരിഭാഷയുടെ രചയിതാവുമായ അമാനി മൗലവി പറഞ്ഞത്, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തോപ്പുകൾക്കരികെ നടന്നു പോവുകയാണെങ്കിൽ അതിൽ കടന്ന് മേയുക. അവർ ചോദിച്ചു, ഏതാണ് സ്വർഗത്തോപ്പുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദിക്ർ ഹൽഖകൾ, അതായത് ആളുകൾ വട്ടമായിരുന്ന് ദിക്ർ ചൊല്ലുന്ന സദസ്. അഥവാ ദിക്ർ ഹൽഖക്ക് ഹദീസിന്റെ പിൻബലമുണ്ടെന്നാണ് അമാനി മൗലവി പറയുന്നത്. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന ഗ്രന്ഥത്തിന്റെ 418 പേജിൽ നമുക്കിത് വ്യക്തമായി കാണാവുന്നതാണ്. എന്നാൽ ആ വാഗ്ദാനത്തെ എതിർത്തുകൊണ്ട് മറ്റൊരു നേതാവായ സലാം സുല്ലമി രംഗത്ത് വരികയാണ്. കുറെ ആളുകൾ ഒരു സ്ഥലത്ത് സമ്മേളിച്ച് കുറെ എണ്ണം ദിക്ർ ഉറക്കെ ചൊല്ലുന്ന ഒരു സദസ്സാണിതെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഹദീസുകളെ സമഗ്രമായി പഠിച്ച് അവയെ യോജിപ്പിക്കുന്നതിൽ ചിലർക്ക് സംഭവിച്ച പിഴവാണ് ഈ ധാരണക്ക് കാരണം. മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ എന്ന പുസ്തകത്തിന്റെ 45 പേജ്, വഹാബി നേതാക്കൾക്കിടയിൽ തന്നെ വഹാബിസത്തിന്റെ പിഴച്ച ആശയങ്ങളുടെ മേൽ തർക്കമാണ്. അവർക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്നില്ല ഏതാണ് ശരിയെന്ന്. ഹദീസിന്റെ പിൻബലമുള്ളതാണ് ദിക്ർ ഹൽഖ എന്നൊരു നേതാവ് പറയുമ്പോ മറ്റൊരു നേതാവ് പറയുന്നു ആ നേതാവിന് വിവരമില്ലാത്തത് കൊണ്ടാണ്, ആ നേതാവ് ഹദീസിന്റെ അർത്ഥം നേരാവണ്ണം മനസ്സിലാക്കിയിട്ടില്ല, അതിനുള്ള പക്വതയും അതിനുള്ള വിവരവും ഇല്ലാതെ പോയി. ഞാനാവട്ടെ നന്നായി ഹദീസുകളൊക്കെ പഠിച്ച വലിയ മഹാനാണ്, അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ അർത്ഥം അമാനി മൗലവി വെച്ചതുപോലെയല്ല എന്നാണ് അബ്ദുസ്സലാം സുല്ലമി പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കുക, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അംഗീകരിച്ച് യഥാർത്ഥ സത്യവിശ്വാസിയായി നമുക്ക് ജീവിക്കണോ, അതോ കണ്ടൻ മുറിയൻ മൗലവിമാര് തൊള്ളയിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി അത് പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി ആഖിറം നഷ്ടപ്പെടുത്തണോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. സത്യം സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.